വർഷങ്ങൾക്ക് മുമ്പ് കാറിടിച്ച് പരിക്കേറ്റ കാണക്കാരി പഴയാനിക്കൽ ചന്ദ്രശേഖരൻ നായർക്കും കുടുംബത്തിനും ദുരിത ജീവിതം. ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ സ്വന്തമായി ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിറ്റ് ഇറങ്ങേണ്ടി വന്നു. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡരികിൽ വാടകയ്ക്കാണ് ചന്ദ്രശേഖരൻ നായരും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. കാണക്കാരി ആശുപത്രിപ്പടിയിൽ വെച്ച് ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുന്നതിനിടെ കാറിടിച്ചാണ് ചന്ദ്രശേഖരൻ നായരുടെ വലത്തേ കാലിന് പരിക്കു പറ്റിയത്. ഇടിച്ച കാർ നിർത്താതെ പോയി. കാർ കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ നഷ്ടപരിഹാരവും ലഭിച്ചില്ല. നിർധന കുടുംബമായതിനാൽ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുവാൻ കൂലിപ്പണിക്കാരനായ ചന്ദ്രശേഖരൻ നായർക്ക് കിടപ്പാടം വിൽക്കേണ്ടി വന്നു. ഇതോടെ അസുഖബാധിതയായ ഭാര്യ മായയും മകനുമായി പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയുണ്ടായി. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡരികിൽ മാസം 5000 രൂപ വാടക നൽകി താമസിക്കുകയാണ് ഇവർ. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഭൂരഹിത ഭവനരഹിതരുടെ ഗുണഭോക്തൃ പട്ടികയിൽ ചന്ദ്രശേഖരൻ നായരുടെ കുടുംബം ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 5 സെന്റ് സ്ഥലം കൈവശമുണ്ടെങ്കിൽ മാത്രമേ പദ്ധതി പ്രകാരം ഭവനം ലഭിക്കുകയുള്ളൂവെന്നും ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. ആശുപത്രിപ്പടിക്ക് വെച്ച് 2019 ഒക്ടോബർ മാസത്തിലാണ് ഒരു ഓട്ടോ കൈ കാണിക്കാൻ വന്നതാണ്. ഒരു ഓട്ടോ പിടിക്കാനായിട്ട് കാലി ഓട്ടോ വന്നപ്പോൾ കൈ കാണിച്ചതാണ്. അന്നേരം ഏറ്റുമാനത്ത് പട്ടിത്താനത്ത് വന്ന് കാറ് സ്പീഡിൽ വന്ന് ഞാൻ പുറകോട്ട് പുറകിൽ നിന്ന് വന്ന് സ്പീഡിൽ വന്ന് ഇടിച്ച് കുറച്ച് ദൂരത്തിൽ നിന്ന് വീണു. എന്നിട്ട് എഴുന്നേക്കാൻ വരാൻ വന്നു. പരിക്ക് പറ്റിയ ഈ അസ്ഥി ഇവിടെ ഒടിഞ്ഞ് ഞുറുങ്ങി. പിന്നെ എഴുന്നേക്കാൻ വരാൻ വന്നപ്പം അവിടെ അടുത്തുനിന്ന് ആൾ വന്ന് എന്നെ പിടിച്ചേൽപ്പിച്ചു. വണ്ടി ഇടിച്ചിട്ട് നിർത്തിയിട്ട് ഒതുക്കിയിട്ടേച്ച് ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് അവർ കാറ് കൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് വിട്ടുപോയത്. വണ്ടി ഇതുവരെയും കണ്ടെത്തിയില്ല. പോലീസിൽ പരാതി കൊടുത്താൽ പോലീസുകാർ പറയുന്നത് അവിടെ പള്ളിയിൽ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ ഈ വണ്ടി പോകുന്നതായിട്ടുണ്ട് 6:30. പിന്നെ ഒരു നമ്പരേ ഉള്ളൂ, KL 35 മാത്രമേ ഉള്ളൂ. ബാക്കി നമ്പരൊന്നും ആ ക്യാമറ ഇല്ലെന്ന് അവർ പറയുന്നത്. അറിയത്തില്ല. പരാതി കൊടുത്താ SP പരാതി കൊടുത്താ. സ്വന്തമായി സ്ഥലം വാങ്ങുവാൻ സാമ്പത്തികമില്ലാത്തതിനാൽ ചന്ദ്രശേഖരൻ നായരും കുടുംബവും വിഷമത്തിലാണ്. ചന്ദ്രശേഖരൻ നായരുടെ ഭാര്യ മായ ഹാർട്ട് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ തുടരുകയാണ്. അപകടത്തിൽ കാലിൽ കമ്പിയിട്ടതോടെ ശരിയായ രീതിയിൽ പുറത്തിറങ്ങി നടക്കാൻ ചന്ദ്രശേഖരൻ നായർക്ക് കഴിയുന്നില്ല. സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന മകന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവരുടെ കുടുംബം കഴിയുന്നത്. അതായത് അച്ഛന് അമ്മയ്ക്ക് അന്നത്തെ ദിവസം മേലായ്മയായിരുന്നു. ഓട്ടോ പിടിക്കാനായിട്ട് പോയ സമയത്താണ് ഈ കാറ് വന്ന് ഇടിച്ചത്. ഇടിച്ചിട്ടിട്ട് അവരോട് മാറ്റി നിർത്താൻ അവർ വിട്ടു പോവുകയാണ് ചെയ്തത്. ഒരു സ്ത്രീയാണ് ഓടിച്ചെന്ന അവിടെ നിന്ന് ആൾക്കാർ പറയുന്നത്. നോക്കി നിന്നിട്ട് പറഞ്ഞു ഒരു സ്ത്രീയാണ് ഓടിച്ചത്. വണ്ടി നമ്പർ അത്ര വ്യക്തമായിട്ടില്ല. അവർ 7:35 മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് അവർക്ക് അത്ര അറിയത്തില്ലെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഇതുവരെ ഒത്തിരി പരാതികൾ അതിന് വേണ്ടിയിട്ട് കൊടുത്ത് SP കൊടുത്ത് DGPക്ക് കൊടുത്ത് അങ്ങനെ അവസാനം മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ പിന്നെ ഉത്തരവ് ഇട്ട് അത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൊടുത്ത് എന്നിട്ട് വണ്ടി ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് അതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്ന. 5000 രൂപ മാസം വാടകയാവും. സ്വന്തമായിട്ട് ഇപ്പോൾ വീടൊന്നുമില്ല. അപ്പോൾ ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ ആവശ്യത്തിനായി അത് എടുത്ത് ഒരു നിവൃത്തിയില്ലാതെ ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനൊരു സെക്യൂരിറ്റി പണിയാണ്. തുച്ഛമായ വരുമാനമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കുടുംബം മുന്നോട്ട് പോക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്കാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റാണ് അമ്മ. അച്ഛനും മേലെ പണിയെടുക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. ലൈഫിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും വീട് കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒത്തിരി പോയി. എന്നിട്ട് വീടൊന്നും കിട്ടില്ല. അവർ പറയുന്ന 5 സെന്റ് സ്ഥലം എങ്ങനെയും ഒപ്പിച്ച് കൊടുക്കാമെങ്കിൽ വീട് തരാമെന്ന് അവർ പറയുന്നത്. ഞങ്ങളെവിടെ നിന്ന് എടുക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാനുള്ള നിർവാഹം ഇല്ല. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറോട് വരും പറയും. പഞ്ചായത്ത് പറഞ്ഞു നിങ്ങൾ ആരോടെങ്കിലും പറയാനൊക്കെ മെമ്പർ പറയുന്നത്. ഞങ്ങൾ ആരോട് പറയാൻ ഒരു നിവൃത്തിയില്ല. അതിന് വേണ്ടി വാടകയും മരുന്നിനും ചിലവ് കഴിച്ച് ബാക്കി മിച്ചം ഒന്നും ലഭിക്കുന്നില്ലെന്ന് ചന്ദ്രശേഖരൻ നായരുടെ കുടുംബം പറയുന്നു. ഇവർക്ക് അന്തിയുറങ്ങാൻ ഒരു വീടാണ് ആവശ്യം. ഈ ആവശ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ 5 സെന്റ് സ്ഥലം ആവശ്യമാണ്. ലൈഫ് പദ്ധതിയിൽ 5ാമത്തെ ലിസ്റ്റിലായിരുന്ന ചന്ദ്രശേഖരൻ നായർ ഇപ്പോൾ 82ാമത്തെ ലിസ്റ്റിലാണെന്നും ഇവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിൽ അപകടം സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു.
കാർ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് ശുപാർശ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. കുറവിലങ്ങാട് പോലീസും അന്വേഷണം നടത്തിയിരുന്നു. 2019 ഒക്ടോബറിലാണ് അപകടമുണ്ടായത്. ഒരു സ്ത്രീയാണ് കാർ ഓടിച്ചതെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.